ശമ്പള വർധന കരാറിൽ കണ്ണൂർ കൊയിലി ആശുപത്രി മാനേജ്മെന്റ് ഒപ്പുവെച്ചതോടെ 2 മാസം നീണ്ട നഴ്സുമാരുടെ സമരം അവസാനിച്ചു. സമരം നടന്ന മറ്റ് 5 ആശുപത്രികളും ശമ്പള വർധനയ്ക്ക് തയ്യാറായിട്ടും കൊയിലി ആശുപത്രി വഴങ്ങാതിരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കരാർ ഒപ്പിടും വരെ സമരം എന്ന കടുത്ത നിലപാടിലായിരുന്നു ഇന്നലെ മുതൽ നഴ്സുമാർ. ഏതായാലും വലിയ അനിശ്ചിതത്വം നീങ്ങി 5 മാനേജ്മെന്റുകൾ ഒപ്പിട്ടപ്പോഴും 6ാമത്തെ മാനേജ്മെന്റായ കൊയിലി മാനേജ്മെന്റ് ഒപ്പിടാൻ സന്നദ്ധമാകാത്തതായിരുന്നു ഈ സമരത്തിന്റെ ശോഭയാകെ കെടുത്തിയിരുന്നത്. ഏറ്റവും അവസാനം സമരം തീർന്നു എന്ന് കരുതിയ ആ ഘട്ടത്തിലാണ് കൊയിലി മാനേജ്മെന്റ് പിന്മാറിയത്. പക്ഷേ നഴ്സുമാരുടെ യോജിച്ച പോരാട്ടം, ആശുപത്രിയിലെ നഴ്സുമാർ പോലും ജോലിക്ക് കയറാതെ സമരത്തിന് ഒപ്പം നിന്നു. വലിയ രീതിയിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നടക്കം ഉണ്ടായി. രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായത്. വനിതാ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് രാത്രികാലങ്ങളിൽ നമ്മൾ രാത്രിക്ക് ഇവിടെ കടന്നത്. ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. സന്തോഷം. ഫുഡ് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഇത് എല്ലാം കൂടെ ആയിട്ട് ഒരു 2000 രൂപ പോലും കയ്യിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടായി. ഫുഡ് പോലും കഴിക്കാണ്ട് ഞങ്ങളിവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്, ഒരു തറയിൽ കിടന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഒരു ചെറിയൊരു ശക്തിയിൽ തുടർന്ന് ഞങ്ങളിപ്പോൾ കാട്ടുതീയായിട്ട് ഇവിടെ നിന്നു. അതേപോലെ ഞങ്ങൾക്ക് കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ല ഒരുപാട് സന്തോഷം. ഇവർ എല്ലാ കാലത്തും അങ്ങനെയാണ്, ഭയപ്പെടുത്തിയാണ്. ഇന്നലെ ഇവിടുത്തെ മാനേജർ, അയാൾ മെഡിക്കൽ സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ ഭാഷ കണ്ടില്ലേ? അദ്ദേഹം പോടി, നിങ്ങൾ ഒപ്പിടില്ല, ഞാൻ ഒപ്പിടില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുന്ന ആ ഭാഷയിലെ ആ ഭാഷയാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഷ. പക്ഷേ അവരുടെ പിന്നിൽ ഈ കണ്ണൂരിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എല്ലാ പ്രസ്ഥാനങ്ങളോടും. നമ്മൾ മാത്രമല്ല, നമ്മളെ കുടുംബങ്ങളും കുട്ടികളെല്ലാം ഒരുപാട് ഈ ഒരു 60 ദിവസം കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ലാസ്റ്റ് ഇങ്ങനെ ഒരു നല്ലൊരു ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സദസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ലെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് അത് നേരിടും. ഇപ്പം 2026 കരട് വിജ്ഞാപനമല്ല, പക്ഷേ 2017 ഇതും പിന്നെ സീനിയേഴ്സിന് അതിൻ്റെ ഇൻക്രിമെന്റും നമുക്ക് ഇത്രയും കാലം കിട്ടാത്തതും അവരത് 5 ഗഡുക്കളായിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 62ാമത്തെ ദിവസം ഈ സമരം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമരം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. നാളെ മുതൽ ഈ 6 ആശുപത്രികളിലെ നഴ്സുമാരും ജോലിക്ക് പ്രവേശിക്കും. അതോടുകൂടി ആശുപത്രികളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.